ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടിയുടെ പുതിയ സിനിമയായ ബസൂക്ക. ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഡീനോ ഡെന്നീസ്, അതായത് നമ്മുടെ കല്ലൂർ ഡെന്നീസിൻ്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയത് ഡെന്നീസ് ജോസഫ് എന്നായിപ്പോയി. പക്ഷേ കല്ലൂർ ഡെന്നീസ് എന്ന് പറയുന്ന പഴയ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ മകനായ ഡീനോ ഡെന്നീസാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് മമ്മൂട്ടിയുടെ കയ്യിലെത്തുന്നത്, ഈ സിനിമ എങ്ങനെയാണ് മമ്മൂട്ടിയെ വെച്ച് ചെയ്യാൻ വേണ്ടി ഡീനോ ഡെന്നീസ് ഈ തിരക്കഥയും കൊണ്ട് മമ്മൂട്ടിയുടെ അടുത്ത് പോയി കഥ പറഞ്ഞ ശേഷം മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടുകയും ഈ കഥ പറഞ്ഞ രീതി വെച്ചിട്ട് മമ്മൂട്ടിക്ക് മനസ്സിലായി ഈ സിനിമ സംവിധാനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായത് ഡീനോ ഡെന്നീസ് തന്നെയാണ്. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, നിനക്ക് എന്നെ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ആ സിനിമയുടെ കഥയുടെ അവതരണം അത് അത്രയും ഒരു സംവിധായകൻ അവതരിപ്പിക്കും പോലെ ആയിരുന്നു കഥ മമ്മൂട്ടിയോട് ഡീനോ ഡെന്നീസ് പറഞ്ഞത്. അതുകൊണ്ടാണ് മമ്മൂട്ടി നീ തന്നെ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥ മമ്മൂട്ടി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ മമ്മൂട്ടിക്ക് വളരെ നന്നായിട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരിക്കലും ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിൽ എന്തെങ്കിലും ഇല്ലാതെ മമ്മൂട്ടി അത് സെലക്ട് ചെയ്യില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പം പിന്നെ നമുക്കിപ്പം കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നു, റീഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഒരു സംവിധായകന്റെ കഴിവുകേടാണെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഒരു സിനിമ റീഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം സംവിധാനത്തിന്റെ പിഴവ് കൊണ്ടായിരിക്കും, ചിലപ്പം അതെങ്ങനെയെങ്കിലും ഒന്നും കൂടെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയും ചിലപ്പം ഷൂട്ട് ചെയ്യുന്നു വരാം. പക്ഷേ സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റ് അതെന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഒരിക്കലും സംവിധായകന്റെ കഴിവിനെ കുറിച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഇല്ലാതെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സരിഗമ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയും ഒന്നും കാണാതെ ഒരു സിനിമ സെലക്ട് ചെയ്യില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, മമ്മൂട്ടി കമ്പനി എന്തുകൊണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തില്ല? ഇപ്പം മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, എന്തുകൊണ്ട് മമ്മൂട്ടി കമ്പനി ഈ സിനിമ ഏറ്റെടുത്തില്ല എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് ഉത്തരവായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും വിക്കിപീഡിയയ്ക്ക് കിടക്കുന്ന 60 കോടി രൂപ ബഡ്ജറ്റിനാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും വലിയ കോടിപ്പടം പിടിക്കുവാനുള്ള കപ്പാസിറ്റി മമ്മൂട്ടി കമ്പനിക്ക് ഉണ്ടെങ്കിലും മമ്മൂട്ടി കമ്പനി ഇത്രയും വലിയൊരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സരിഗമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 60 കോടി രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഉറപ്പിച്ച് പറയാം, ഈ സിനിമ തിയേറ്റർ ലാഭ ആവാനുള്ള സാധ്യത വെറും 20%, 10% മാത്രമാണ്. കാരണം 60 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, ചെറിയൊരു പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ പോലും അത് 150, 160, 170, 180 കോടിയോടും കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 60 കോടി രൂപ ബഡ്ജറ്റ് ഒരിക്കലും 60 കോടിയാണെന്നാണ് വിക്കിപീഡിയ കിടക്കുന്നത്, എനിക്ക് കറക്റ്റ് ബഡ്ജറ്റ് അറിഞ്ഞത്. അപ്പം ഈ 60 കോടി രൂപ കവർ ചെയ്ത് വരാൻ വേണ്ടി 180 കോടി രൂപയൊന്നും ഒരിക്കലും ആ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം, സരിഗമ എന്ന് പറയുന്ന കമ്പനി OTT പ്ലാറ്റ്ഫോംസുമായിട്ടൊക്കെ നല്ല ടൈപ്പുള്ള കമ്പനിയാണ്. അപ്പോൾ അവർ തമ്മിൽ ചിലപ്പം ഡീൽ ചെയ്ത് 10, 20, 25, 30 കോടി രൂപ അവർക്ക് OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയതിൻ്റെ ബഡ്ജറ്റ് ഇപ്പോഴും 60 കോടി ആയിരിക്കുമെങ്കിലും 30 കോടി രൂപ കിട്ടി, ബാക്കി 30 കോടി രൂപ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. തിയേറ്റർ ബാക്കി റൈറ്റ്സും എല്ലാം കൂടെ ചേർത്ത് 30 കോടി രൂപ കിട്ടിയാൽ മതി. അത് പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അല്ലാതെ തിയേറ്റർ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ സിനിമ റിലീസ് ഡേറ്റ് മാറ്റി വയ്ക്കുന്നു, റീഷൂട്ട് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ജേണറാണ്. അത് ഒരു ഗെയിം ത്രില്ലർ എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ളൊരു കഥ എന്നൊക്കെ പറയുന്നത് എങ്ങനത്തെ സിനിമയാണെന്നുള്ളത് ആർക്കും ഇപ്പോഴും ഒരു വ്യക്തതയുള്ള കാര്യമല്ല. എല്ലാവരും ഗെയിം ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻസ്പിറേഷണൽ ഇതുണ്ടല്ലോ, സ്റ്റോറി ഗെയിമിൻ്റെ ഒരു ഗെയിം. ഇപ്പോൾ ഹോക്കി കളിക്കുന്നു, ഹോക്കി കളിക്കാൻ പറ്റുന്നില്ല, പിന്നെ അതിൻ്റെ കഥ, അങ്ങനത്തെ ഉള്ള കഥകളാണെന്ന് ചിലർ പറയുന്നത് ഇത് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിനെ കില്ലർ കറക്കിയതുപോലെ അങ്ങനെ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു കേസ്, അങ്ങനത്തെ ഒരു കഥയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ സിനിമയിലെ ടീസർ വന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് മമ്മൂട്ടി ഒരു ഉദ്യോഗസ്ഥനൊന്നുമല്ല, മമ്മൂട്ടി ഒരു സാധാരണ ആളാണ്. പക്ഷെ എങ്ങനെയാണ് ഈ സിനിമയിലെ കഥ കൊണ്ടുപോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സിനിമയുടെ വിജയവും പരാജയവുമല്ല. അപ്പം ഇത് ഏപ്രിൽ 10 റിലീസിന് എത്തുകയാണ്. അപ്പോൾ ഏപ്രിൽ 10 തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാന റിലീസിനെത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഏപ്രിൽ 11 തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയും റിലീസിനുണ്ട്. അപ്പോൾ ഈ 3 സിനിമകളും ഒരുമിച്ച് ഒരേ രീതിയിൽ പൊരുതാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതിന് ആലപ്പുഴ ജിംഖാന റിലീസ് ഡേറ്റ് മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണുന്നു. പക്ഷെ ഇതുവരെയും ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ
അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് വിജയിക്കാനുള്ള സാധ്യത ഇതിനും ഈ 2 സിനിമയെക്കാളും കവർ ചെയ്ത് അപ്പുറത്തോട്ട് എത്തിയാൽ മാത്രമേ ഈ സിനിമയ്ക്ക് അല്പ ലാഭമെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ തിയേറ്ററിൽ നിന്ന്. പക്ഷെ അല്ലാതെ സിനിമ ഒരിക്കലും നഷ്ടം വരാനുള്ള സാധ്യത കുറവാണ്. കാരണം മമ്മൂട്ടി സിനിമകൾ ഇപ്പം നഷ്ടമില്ലാതെ പോവുകയാണ്. ഇപ്പം ചിലർ പറയുന്നുണ്ട് പരിപ്പോട സ്റ്റാർ എന്ന്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വിറ്റ് നഷ്ടം വരുത്തുന്നതിനേക്കാളും നല്ലത് പരിപ്പോടെ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് തന്നെ പരിപ്പോട സ്റ്റാർ എന്ന് വിളിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. പ്രൊഡ്യൂസറിന് പൈസ കിട്ടുക, പ്രൊഡ്യൂസർ ഹാപ്പി ആവുക, അല്ലാതെ സ്വന്തം പൈസ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പൈസകൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് ആ സിനിമയിൽ നിന്ന് മുടക്കിയ മുതലിനേക്കാളും ഇത്തിരി ലാഭം എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ ബറോസ് പോലുള്ള സിനിമകൾ പിടിച്ച് കയ്യിലുള്ള പൈസ കൂടെ കളയുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബറോസ് എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ 10 ഇറങ്ങി എങ്ങനെയായിരിക്കും സിനിമയുടെ വിജയം? നമ്മളിപ്പം ബറോസ് എന്ന് പറഞ്ഞ നമ്മളിപ്പം മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ വീഡിയോകൾ മാത്രം കൂടുതൽ ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായം, ഒരു കമന്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ സിനിമയും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ എമ്പുരാൻ്റെ വീഡിയോയിലും കുറേ ഇട്ട് കഴിഞ്ഞു. ഇപ്പം മമ്മൂട്ടിയുടെ സിനിമയെ ബസൂക്കയെ കുറിച്ച് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പം സിനിമ ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത സിനിമകളെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യം. അല്ലാതെ മമ്മൂട്ടി സിനിമകളെ മാത്രം തള്ളിക്കൊണ്ടുവരിക, മോഹൻലാൽ സിനിമകൾ ഇടിച്ചു താഴ്ത്തുക, അങ്ങനെയൊന്നുമില്ല. എല്ലാ സിനിമകളും വിജയിക്കണമെന്നാണ് ഈ പറയുന്നത്. പിന്നെ മോഹൻലാലിനെ കുറിച്ച് വിമർശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ തിരിച്ച് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു അതുല്യ പ്രതിമയാണ്. മോഹൻലാൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ഇൻഡസ്ട്രിയെ ഒരു ടോപ്പ് ലെവലിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി മോഹൻലാൽ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഇനിയും അത് തുടരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ചൊക്കെ വിമർശിച്ചാൽ മാത്രമേ പുള്ളി കയറി വരികയുള്ളൂ. എല്ലാവരും വിമർശിക്കണമെന്നാണ് എനിക്ക് പറയുള്ളൂ. കാരണം വിമർശിച്ചാൽ മാത്രമേ പുള്ളിക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലിടാം. ഓക്കെ.